ചെയ്യാലേ പേടിച്ചു. അയ്യോ നെറ്റിക്ക് നോക്ക്. കുന്തവുമായി വന്നിരിക്കുന്നു. വന്നു. ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇത് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. അതായത് തേയിലക്കാപ്പിയുടെ യൂട്യൂബ് ചാനലിൽ ഫസ്റ്റ് വീഡിയോ ആണ് ഞങ്ങളിപ്പോൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു തേയിലക്കാപ്പി എന്നുള്ള പേജ് തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് അതിന് ഒരുപാട് റെസ്പോൺസ് കിട്ടി. അത് കുറേ ആൾക്കാർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, വിളിച്ച അഭിപ്രായങ്ങൾ പറയുക, ഭയങ്കര സന്തോഷമായി അതൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ ഞങ്ങൾ എന്തായിട്ട് എന്നാൽ ഇതിൻ്റെ ഒരു പിന്നണിയിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, കോമഡി ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. BTS, അതെ അതെ അതെ, റീക്രിയേഷൻ വീഡിയോ ആണ് ഞങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യാറ്. സിനിമ ചെയ്യുന്ന പോലെ തന്നെ അതിന്റേതായിട്ടുള്ള ഒരു എഫേർട്ട് ഇതിന്റെ ബാക്കിലുണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കരുതി മുന്നിൽ നിൽക്കുന്ന ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ മാത്രമല്ല അതിലേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പൊ അങ്ങനത്തെ ഒരു ഇതായിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു അതിന്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന കാഴ്ചകള് ഞങ്ങള് ഈ ഒരു വീഡിയോയിലൂടെയും അതേപോലെ ഞങ്ങളെ യൂട്യൂബ് ചാനലിലൂടെയും നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു വ്ളോഗ് തുടങ്ങാന്നുള്ള പ്ലാനില് ഞങ്ങൾ ഇറങ്ങിയാണ്. ഞങ്ങളിപ്പോ പോകുന്നത് ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും റീസ്റ്റാർട്ട്. അതായത് മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മളെ ചാനൽ, ഐ മീൻ നമ്മളെ ഇൻസ്റ്റാ പേജില്. പക്ഷെ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ എല്ലാവരും വർക്കേഴ്സ് ആണ്. ഞാൻ ഫോട്ടോഗ്രാഫി ആയാലും ഹരി VFX ആയാലും എല്ലാവരും വർക്കേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ അഭിനയിക്കുന്നവർ എല്ലാവരും വർക്കേഴ്സ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പരിമിതികൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു മാസത്തോളം നമുക്കൊരു ഫ്രീ കിട്ടിയ സമയത്താണ് നമ്മൾ അത്രയും വീഡിയോ അതിലേക്ക് അപ്ലോഡ് ചെയ്തതും. പിന്നെ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നിങ്ങളെ ഷെയറിലൂടെ നിങ്ങളെ കമന്റിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതെ, ഇനി മുന്നോട്ട് ഞങ്ങളെ ഫസ്റ്റ് വീഡിയോ ആണ്. എന്തായാലും ഞങ്ങൾ മുന്നോട്ട് യൂട്യൂബിലും കൂടെ ഉണ്ടാവും. അപ്പൊ എല്ലാരും അത് കാണണം. തീർച്ചയായും ഞങ്ങൾ സപ്പോർട്ട് അഭിനയിക്കാൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് പ്രശ്നം. കൊല്ലത്തുനിന്ന് എറണാകുളം, പിന്നെ നമ്മൾ ഈ ഏരിയ തന്നെ വടകര, അങ്ങനെ കുറെ ആൾക്കാർ നമുക്ക് മെസ്സേജ് അയക്കുന്നു. പക്ഷെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമ്മുടെ ഫ്രീ അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണത്. അപ്പൊ നമ്മളെ പെർഫെക്ഷനും കാര്യങ്ങളും ചെയ്തിട്ടാണ് നമ്മൾ എഫേർട്ട് എടുത്തിട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഞങ്ങൾ ചൂസ് ചെയ്യും. ഒരു എന്താ പറയാ അതിനായിട്ടുള്ള ഒരു ഫേസിംഗ് ഒക്കെ ഉണ്ട്. എന്തായാലും ഉൾപ്പെടുത്താൻ അങ്ങനെ എന്താ പറയാ വിളിക്കാതിരിക്കൊന്നുമില്ല. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ചെലവിൽ നിങ്ങൾക്ക് വന്ന് ഇവിടെ ഞങ്ങളപ്പം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യും, ഒരു കുഴപ്പമില്ല. നമ്മൾ എടുത്തു തരും. നിങ്ങൾ ആക്ട് ചെയ്യാൻ പഠിപ്പിച്ചു തരില്ല, നിങ്ങളെ ഫ്രെയിമിൽ നിർത്തി തരും. അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമായിട്ട് നമുക്ക് ഔട്ട് കിട്ടണം. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളെ ചെലവ് നിങ്ങൾ അറിയും വേണം. ഇപ്പൊ ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നൊക്കെ ഞങ്ങളെ എഫേർട്ടും ഞങ്ങളെ ഫ്രീ ഓഫ് കോസ്റ്റിലാണ്. ഐ മീൻ കാർ എടുത്തായാലും ഫ്യൂൽ അടിക്കാനാണെങ്കിലും ഹരി കാളികാവുന്ന എന്റെ വീട്ടിലേക്ക് വരണ്ട, അതൊക്കെ അവന്റെ ആരും ഇതിനോട് ഷെയർ ഇടുക പരിപാടികളൊന്നുമില്ല. പക്ഷെ നമ്മൾ കാണിക്കുന്ന എഫേർട്ടിന് നമുക്ക് 100% കിട്ടുന്നുള്ളതാണ് തേയിലക്കാപ്പിയുടെ ഇൻസ്റ്റഗ്രാം പേജ് നമുക്ക് തന്നിട്ടുള്ള ഒരു ഫൈനൽ. അതെ, നമ്മൾ എത്രത്തോളം റിസ്ക് എടുക്കുന്നുണ്ടോ, നമ്മൾ എത്രത്തോളം എഫേർട്ട് ഒരു സംഭവത്തേക്ക് ഇടുന്നുണ്ടോ, അതിനുള്ള റിസൾട്ട് നമുക്ക് ഇന്നല്ലെങ്കിൽ അടുത്തൊരു ദിവസത്തിൽ കിട്ടുമെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞങ്ങൾ ഇതുമ്മക്ക് പിന്നെയും തുനിഞ്ഞറിയത്. കാരണം ഞങ്ങൾ ഇതിന് മുന്നേ ഒരു സീരീസ് അല്ല, ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. ഇനി നമ്മൾ ഇവിടെ മുതൽ അത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഏകദേശം 1 year കഴിഞ്ഞാൽ അതൊന്ന് ഇറക്കാൻ വേണ്ടിട്ട്. കാരണം ഒരുപാട് അത് ഷൂട്ട് ചെയ്തപ്പോഴായാലും യൂട്യൂബിലുണ്ട്. ഇനി നമ്മൾ സിനിമാസിന്റെ യൂട്യൂബ് ചാനലിൽ ഇനി നമ്മൾ ഇവിടെ മുതൽ എന്നുള്ളൊരു ഷോർട്ട് ഫിലിം ആണ്. ഒരു 30 മിനിറ്റോളം വരുന്ന ഒരു എന്താ പറയാ 1 lakh+ വ്യൂസും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പക്ഷെ ഒരു 1 year ബാക്കിലായിരുന്നു നമ്മൾ ചെയ്ത് വെച്ചത്. എന്നാൽ കൂടി അതിന് നല്ല റെസ്പോൺസും നല്ല കമന്റ്സും അതിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അത് മനസ്സിലായി. അതായത് എഫേർട്ട് എടുത്താല് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ എന്താ പറയാ അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. തേയിലക്കാപ്പിയുടെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. അതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ കൺഫേം ആക്കി കഴിഞ്ഞാൽ നിങ്ങളെ യൂട്യൂബ് ചാനലിനോട് അറിയിക്കുന്നതാണ്. അപ്പൊ കുറെ പേർക്ക് ചാൻസും പരിപാടികളും എല്ലാം സിനിമയെന്നായാലും മറ്റെല്ലാ പരിപാടിയും വരുന്നുണ്ട്, ഇനാഗ്രേഷൻ ആയാലും. അപ്പൊ എന്തായാലും നിങ്ങൾ അറിയിക്കും, അത് ഷുവറാണ്. അത് നമ്മളെ യൂട്യൂബ് ചാനലോട് തന്നെ അറിയിക്കും. ഈ യൂട്യൂബ് ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാല് അത് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് തിളങ്ങുന്ന ആൾക്കാരെ കാണിക്കാൻ അല്ലാതെ
ഇതിന് പിന്നില് ഒരു വിഭാഗം, ഐ മീൻ എന്റെ ഫ്രണ്ട്സ് ആയാലും നമ്മളെ ഫ്രണ്ട്സ് ആയാലും കുറെ പേരുടെ എഫേർട്ട് ഉണ്ട്. ലൈറ്റ് ചെയ്യാനാണെങ്കിലും കാസ്റ്റിംഗ് ആയാലും കോസ്റ്റ്യൂം റെഡി ആക്കാനായാലും മൊത്തത്തിൽ ഓൾ റൗണ്ടിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ഫ്യൂ ഓഫ് ആൾക്കാർ നമ്മളെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെയും കൂടി നമ്മൾ കാണിക്കുക, അല്ലെങ്കിൽ അവരെയും കൂടി നമ്മൾ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു എന്താ പറയാ ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ജിഷ്ണുവിന്റെയും കുഞ്ഞാവയുടെയും വീട്ടിലേക്കാണ്. അവര് നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അവിടെ ഒരു റീൽ എടുക്കാൻ. ഐ മീൻ ഇന്നൊരു 2 റീല് നമ്മൾ പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം 2 രാവിലെ ഉച്ചന് മുമ്പ് 2. അപ്പൊ അതാണ് ഞങ്ങളെ പ്ലാന്. അപ്പോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വണ്ടൂർ എത്താനായി. പിന്നെന്താ, അപ്പൊ ഇതാണ് ഇപ്പൊ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളേതായിട്ടുള്ള കുറച്ച് പരിമിതികളും ഉണ്ട്. നമുക്കിത് എന്താ അറിയില്ല. അപ്പൊ നമ്മളിങ്ങനെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളൂ. അപ്പൊ നിങ്ങള് പരമാവധി സപ്പോർട്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം പേജ് എങ്ങനെയാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്തത് അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. പിന്നെ ശ്രീനിവാസൻ എന്നുള്ള ലെവലിക്ക് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള കമന്റ്സ് തന്നതിൽ ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട്. ഞങ്ങളതൊരു വെറുതെ ഒരു റീക്രിയേഷൻ പ്ലാൻ ചെയ്തതാണ്. ഞങ്ങൾ ഒരിക്കലും വിചാരിക്കാത്തൊരു എന്താ പറയാ സപ്പോർട്ടിങ് സ്റ്റേജ് ആണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാ ഫോളോവേഴ്സും നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അതിൽ വളരെ നന്ദിയുണ്ട്. പിന്നെ ഇനി തുടർന്നും ശ്രീനിവാസന്റെയും ദിലീപിന്റെയും എല്ലാതും ഞങ്ങള് നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പൊ നിങ്ങള് ഇപ്പോ ഉണ്ടായിട്ടുള്ള ഡിലേ ഞങ്ങളെ വർക്കിന്റെ കേസ് കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ അത് നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഇനി തുടർന്ന് ഞങ്ങളൊരു 1 വീക്കിലെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ഞങ്ങള് വരാൻ ശ്രമിക്കും. അപ്പോ എല്ലാരും അപ്പൊ ഞങ്ങളെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. അതിന് പറയാനുള്ളൂ, നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. ഞങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങളുടെ വിജയം. ക്യാമറ ഉണ്ട് ഗൈസ്, അതുകൊണ്ട് താത്തി സീറ്റ് ബെൽറ്റ് ഉണ്ട്. പക്ഷെ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഗൈസ് വീഡിയോന്റെ ബാക്കിൽ ഒരുപാട് രസകരമായ സംഭവങ്ങൾ നടക്കലുണ്ട്. തെറ്റണതായിട്ടും അങ്ങനെ കോമഡി കുറെ ആ സംഭവങ്ങൾ ഞങ്ങൾ മെയിൻ ആയിട്ട് ഇതിൽ കാണിക്കും. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇതിന്റെ മുമ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കുറെ വീഡിയോസിന്റെ ബാക്കിൽ കുറെ കോമഡീസ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കുറച്ച് ഇൻസ്റ്റയിലൂടെ നമുക്ക് എന്താ BTS ആയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാനായിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് തോന്നിയൊരു ഐഡിയ ആണ്, നമുക്ക് എന്തുകൊണ്ട് ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഫോണിലൂടെ വീഡിയോ എടുത്തിട്ട് അപ്പോ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഇൻസ്റ്റാഗ്രാം പോസിബിൾ അല്ല. അപ്പൊ ഞങ്ങൾ അതാണ് ഈ ഒരു യൂട്യൂബിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർക്ക് മാത്രം വേണ്ടിയിട്ട് യൂട്യൂബിലൂടെ നമുക്ക് ഇങ്ങനെ കാണിക്കാന്ന് പറഞ്ഞിട്ടാണ് വെറുതെ ജസ്റ്റ് ഒരു തുടങ്ങി വെക്കുകയാണിത്. അപ്പോ അങ്ങനെയാണ് സംഭവം. ഞങ്ങൾക്ക് രണ്ടൊക്കെ സംസാരിക്കണം, എന്തോ സംസാരിക്കണെന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി. അത്രേ ഉള്ളൂ. അപ്പൊ ഇനി ഷൂട്ടിംഗ് ടൈമിൽ നമുക്ക് ഉണ്ടാകുന്ന കുറച്ച് രസകരമായിട്ടുള്ള അങ്ങനെ നമ്മൾ ജിഷ്ണുവിന്റെ വീട് എത്താനല്ല എത്തില്ലേ? എത്തിരതങ്ക ഇവിടെ ആരോടുണ്ടോ? ആൾക്കാരുണ്ട്. അയ്യോ ഗൈസ്, ഇവിടെ അത് ജിഷ്ണുവിന്റെ അച്ഛനാണ്. ഇതാണ് ജിഷ്ണുവിന്റെ വീട്. സുണ്ടറുവാണിണ്ട്. അയ്യോ ഗൈസ്, ഇതാണ് നമ്മുടെ നായിക. ലുട്ടാപ്പി കുന്തവുമായി വന്നിരിക്കുന്നു. കുഞ്ഞപ്പ എത്ത് പല്ല് എവിടെ? പല്ല് കാണിച്ചു കൊടുത്താ ഈ ആട്ടി കൊടുത്താ പല്ല്. അപ്പൊ ഗൈസ്, നമ്മളെ കോസ്റ്റ്യൂം ഇത്രേ ഉള്ളൂ. സെറ്റാക്കി. ഇനി കുഞ്ഞാവുണ്ട്, കുഞ്ഞാവ് തരണം. ഇഷ്ടമുണ്ട്, ഓരോ റീലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇതാണ് ഞങ്ങളെ സ്ഥിരം പ്ലേസ് അല്ലേ. നമ്മള് ശോഭയൊക്കെ എടുത്തൊക്കെ, ശോഭല്ല നമ്മള് ഇവിടുന്ന് വനജയൊക്കെ ഇവിടുന്ന് അടുത്ത് ഇങ്ങനെ ഒരു ജനൽ പരിപാടി. ഇതിങ്ങനെ കാണുമ്പോൾ നോക്കണ്ട, ഇതിലുള്ള ഫ്രെയിം വെച്ച് സെറ്റ് ആക്കുന്നതാണ്. അത് ഫ്രെയിം വെച്ച് സെറ്റ് ആക്കി അടിപൊളിയാക്കി തരുന്നത് നമ്മുടെ ക്യാമറമാൻ. ആക്ടിങ് ഞാൻ വെറുതെ പറഞ്ഞു, മനസ്സിനെ പേടിപ്പിച്ച് കൊല്ലും. അതല്ലേ ഞാൻ ചെയ്യാന്ന് ഇങ്ങനെ തിരിഞ്ഞപ്പോ ഒരാള്, ഞാൻ പേടിച്ചു.
അതിന് പോലും ഒരു വികാരല്ല മുഖത്ത് ഉണ്ടാവും. ഉണ്ട് ചിരിക്കണേ. ആ അത് ലാസ്റ്റാണ് ചിരിക്കണേ. ഉണ്ടാവും പറയുമ്പോ പ്രാക്ടീസ് കഴിഞ്ഞ് റീൽ എടുക്കാം. അയ്യോ നെറ്റിക്ക് നോക്ക്. ഞാൻ കഷ്ടപ്പെട്ട് അത് റെഡിയാക്കി നാശായോ? കണ്ണാടി ഇവിടെ അയ്യോ ഇനി നോക്കി കൂടി വരയ്ക്കണേ. പൊന്നാര ഹരിയെ ഞാനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്ക്രീനിലില്ല, സൈഡ് മാത്രമേ ഉള്ളൂ. ശ്രീനിവാസന്റെ മേക്ക് ഓവർ വിളിക്കണേ. ആ നേരത്തെ ഞാൻ തുടക്കിയിരുന്നു. ഞാൻ വിളിക്കാട്ടോ. ബൈ, ഗുഡ് നൈറ്റ്, സീ യു. ശ്രുതി ചേച്ചിയാ. ഇങ്ങോട്ട് വരണ മുന്നേ ഞാനൊക്കെ അങ്ങോട്ട് വരട്ട് നിൽക്കും. വളരെ കേക്കട്ടെ. അത് മാത്രം മതി. എന്ന് പറഞ്ഞാ ഒന്ന് പോയി തരൂ. ആ തുപ്പൽ എന്തിനോട് വന്നു. റെഡി റെഡി റെഡി. അങ്ങനെ ഞങ്ങളുടെ റീലിന്റെ ഷൂട്ട് കഴിഞ്ഞിരിക്കുന്നു. മഴ എന്താണ് പറയാലോ കുഞ്ഞാവേ? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ശുഭം. മഴ മഴ വരുന്നുണ്ട്. മണ്ടിക്കൂട് നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നിർത്തിയിരിക്കുന്നു. ഒരൊറ്റ റീൽ മാത്രമേ അങ്ങനെ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇന്ന് ഒരു റീൽ എടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ രണ്ടാമത്തെ ആയപ്പത്തിന് മഴ ചെയ്ത് അവസ്ഥ കണ്ടില്ലേ. ഞാൻ പുറത്തത്തെ വ്യൂ കാണിച്ചത് അവസ്ഥ മൂഞ്ചിന്. അപ്പോൾ ഇന്നൊരു റീല് വരുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും ഇവിടെ എന്താ ഇതല്ല അതിൻ്റെ അപ്പുറത്താണ് ശ്രീരാഗം. ഇന്നൊരു റീൽ എടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ എന്തായാലും ഇപ്പോൾ 2 മണി ആയതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അവസ്ഥ മനസ്സിലായില്ലേ? 10 മണിക്ക് ഇറങ്ങിയിട്ട് 2 മണിയായി ഒരു റീല്. അതെ, അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് ശ്രീരാഗം. അതെ, അവിടെ കേട്ടിട്ടുള്ളൂ എൻ്റെ ഫ്രണ്ടിക്ക്. ഫുഡോട് കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ശ്രീരാഗത്തിൽ വന്നാണ്. പിന്നെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടി. വെജിറ്റേറിയൻ ഹോട്ടലാണെന്ന് വെജ് ആക്കില്ലേ ഫുഡ്. വെജ് ഈസ് ഓൾവേസ് ഗുഡ്. അതെ. ഹായ് ഗൈസ്, അങ്ങനെ റീൽസൊക്കെ ഷൂട്ട് ചെയ്ത് ഞങ്ങൾ ബാക്ക് ടു ഹോം, അതായത് വീട്ടിൽ തിരിച്ചെത്തിയാണ്. എന്താ പറയുക, അപ്പോൾ എന്താ പറയുക, അങ്ങനെയൊക്കെ പോണ്. സുഖം. ചോറൊക്കെ തിന്ന് സുഖമായിട്ട് ഇങ്ങനെ. അതെ, ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, വേറെ പണിയൊന്നുമില്ല പ്രത്യേകിച്ച്. അപ്പോ എന്തായാലും ഇനി പുതിയൊരു വീഡിയോ ആയിട്ട്. ഇതൊന്നും അല്ല കേട്ടോ, ഞങ്ങള് ഫസ്റ്റ് തള്ളിയ പോലെ ക്യാമറന്റെ ബാക്കിൽ ഇങ്ങനത്തെ കളികളൊന്നും അല്ല. അതെ, ഒരു ടീം തന്നെ ഉണ്ട്. ഇത് മഴ ചെയ്തോണ്ട് ഞങ്ങക്ക് വല്ലാണ്ട് അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ടീം തന്നെ ഞങ്ങളെ ബാക്കിലുണ്ട്. ഉബൈദും റോബിന്, ജിതിന്, വിഷ്ണു, എല്ലാരും നമുക്ക് ആഡ് ചെയ്യാൻ കഴിഞ്ഞു. സവാദ്, യാസീൻ ക, എല്ലാരും. പിന്നെ ഇതിലുള്ള ആക്ടേഴ്സ് ശില്പ, എന്താ ശ്വേത, ശിബില, ദൃശ്യ, പിന്നെ കുറെ ആൾക്കാരുണ്ട്. ഇവരൊന്നും നമുക്ക് കിട്ടി. ഞങ്ങളൊന്നൊരു അപ്പോ ഇവരൊക്കെ നമ്മളൊരു ദിവസം കൊണ്ടുവരും, പൂർവാധികം ശക്തിയോടെ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും വീട്ടിൽ കയറട്ടെ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.